ഹലോ നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ലിറ്റാറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ നോളജ് ആൻഡ് കരിക്കുലത്തിലെ 3rd യൂണിറ്റ് ആയിട്ടുള്ള കരിക്കുലം ഡിസൈൻ ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് നോളജ് എന്നുള്ള ആ യൂണിറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ മുന്നത്തെ 2 ചാപ്റ്റർ നമ്മൾ ചെയ്തത് നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്, കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണാം. അപ്പോൾ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ചാപ്റ്ററിലെ കംപ്ലീറ്റ് ടോപ്പിക്കുകളെ വളരെ ഷോർട്ടാക്കിയ രീതിയിൽ നിങ്ങൾ എക്സാം ഓറിയൻറ്റഡ് അല്ലെങ്കിൽ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാറുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് ഞാൻ പറഞ്ഞത് കേട്ടോ. മുന്നത്തെ വീഡിയോസ് കണ്ടവർക്ക് അറിയാം ഇതിലെങ്ങനെയാണ് നമ്മൾ നോട്ട്സ് കൊടുക്കാറുള്ളത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോവാം. ഫസ്റ്റ് വരുന്ന ടോപ്പിക്ക് ഡെഫിനേഷൻ ആൻഡ് കമ്പോണൻസ് ഓഫ് കരിക്കുലം ഡിസൈൻ ആണ്. കരിക്കുലം ഡിസൈൻ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനേഷൻ, അതിൻ്റെ കമ്പോണൻസ്, അതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് പറയാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡെഫിനേഷൻ ഓഫ് കരിക്കുലം ഡിസൈൻ നോക്കാം. എന്താണ് കരിക്കുലം ഡിസൈൻ? അപ്പോൾ കരിക്കുലം എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചല്ലോ അല്ലേ. അപ്പോൾ കരിക്കുലം ഡിസൈൻ റെഫേഴ്സ് ടു ദ സിസ്റ്റമാറ്റിക് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ്, കോഴ്സസ് ഓർ കരിക്കുല that outline the learning objectives, content, instructional strategies and assessments to achieve specific learning outcomes. അതായത് ഓരോ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമുക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാവില്ല, ഇന്ന കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾ പഠിച്ചിറങ്ങണം, ഈ ഒരു അക്കാഡമിക് ഇയർ അല്ലെങ്കിൽ ഒരു സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും ഇന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം എന്ന് ഉള്ള ഒരു ഔട്ട്കം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ കോഴ്സസ്, എന്തൊക്കെ സംഭവങ്ങൾ, എന്തൊക്കെ ആക്ടിവിറ്റീസ്, കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത്, കോണ്ടൻറ്റ്സ് എന്തൊക്കെയാണ്, ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യണം, ഇതെല്ലാം പ്ലാൻ ചെയ്ത് സിസ്റ്റമാറ്റിക്കലി അതിനെ ഡെവലപ്പ് ചെയ്ത് എടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കരിക്കുലം ഡിസൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിംപ്ലി പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. കരിക്കുലം എന്നാൽ നമ്മൾ ഓൾറെഡി മുന്നത്തെ ചാപ്റ്ററുകളിൽ പഠിച്ചു. ആ കരിക്കുലത്തിനെ ഡിസൈൻ ചെയ്യുന്നതാണ് കരിക്കുലം ഡിസൈൻ, അത്രേ ഉള്ളൂ കേട്ടോ. അതിന് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എക്സ്പാൻഡ് ചെയ്ത് എഴുതാവുന്നതാണ്. പിന്നെ നമുക്ക് കമ്പോണൻസ് നോക്കാം. കരിക്കുലം ഡിസൈനിൻ്റെ മെയിനായിട്ട് വരുന്ന കമ്പോണൻസ് എന്തൊക്കെയാണ്? അപ്പോൾ ഇതിനകത്ത് കുറച്ച് കമ്പോണൻസ് എടുത്ത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഓരോ പോയിൻറ്റ്സിനെയും ഓരോ പാരഗ്രാഫ് ആക്കിയിട്ട് വേണമെങ്കിൽ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ കൂടുതൽ പോയിൻറ്റ്സ് ആഡ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഫസ്റ്റ് വൺ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു കരിക്കുലം ഡിസൈനിൻ്റെ മുന്നേ? അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഐഡിയ ഉണ്ടാവണം നമ്മുടെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത്. ക്ലിയർലി ഡിഫൈൻ statements of what students are expected to learn and achieve. അതായത് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് കറക്റ്റായിട്ട് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം, എന്താണ് നമ്മുടെ കുട്ടികൾ നമ്മളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് കുട്ടികളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത്, ആ കുട്ടികൾ എന്ത് അച്ചീവ് ചെയ്യണം, നമ്മുടെ കുട്ടികൾ പഠിച്ചിറങ്ങുമ്പോഴേക്കും എന്താണ് ആ കുട്ടി നേടിയെടുക്കേണ്ടത് എന്നുള്ള നമ്മുടെ ആ ഒരു എക്സ്പെക്റ്റേഷനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കറക്റ്റായിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. നമുക്ക് കുട്ടികളിൽ നമ്മൾ കൊടുക്കുന്ന എക്സ്പെക്റ്റേഷൻ, എന്തൊക്കെ കാര്യങ്ങൾ ആ കുട്ടി കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങണമെന്നാണോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, ആ കാര്യങ്ങൾ, അതാണ് ഈ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കറക്റ്റായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ വരുന്നത് കോണ്ടന്റ് ആണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഉള്ളടക്കം, ആശയം എന്നുള്ള മീനിങ്ങിലാണ്. ദ സബ്ജക്ട് മാറ്റർ, ടോപ്പിക്സ് ആൻഡ് സ്കിൽസ് ടു ബി ടോട്ട് ആൻഡ് ലേൺഡ്. എന്തൊക്കെ വിഷയങ്ങൾ, എന്തൊക്കെ സബ്ജക്റ്റുകൾ, അല്ലെങ്കിൽ എന്തൊക്കെ ടോപ്പിക്കുകൾ നമ്മുടെ കുട്ടികൾ പഠിച്ചിരിക്കണം എന്നൊരു ഐഡിയയാണ് കോണ്ടന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ്, മെത്തേഡ്സ് ആൻഡ് അപ്രോച്ചസ് യൂസ്ഡ് ടു ഡെലിവർ ദ കോണ്ടന്റ് ആൻഡ് അച്ചീവ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്. എന്തൊക്കെ സ്ട്രാറ്റജീസ് നമുക്ക് യൂസ് ചെയ്യാം കുട്ടീനെ പഠിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, ആ കുട്ടിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി എന്തൊക്കെ സ്ട്രാറ്റജീസ് നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളതാണ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസിനകത്ത് വരുന്നത്. പിന്നെ വരുന്ന അസസ്മെൻറ്റ്സ് ആണ്. ഇവാലുവേഷൻസ് യൂസ്ഡ് ടു മെഷർ സ്റ്റുഡൻറ്റ് ലേണിംഗ് ആൻഡ് അച്ചീവ്മെൻറ്റ്. അസസ്മെൻറ്റ് എന്താണ്? അത് നമുക്ക് അറിയാവുന്ന ടോപ്പിക് തന്നെ അല്ലേ. അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം, ഇത്രയും ദിവസം അല്ലെങ്കിൽ ഇത്രയും മാസം പഠിപ്പിച്ചെടുത്തതിന് എന്ത് റിസൾട്ടാണ് കുട്ടികൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള നമ്മൾ എന്താ പറയുക നിരീക്ഷിക്കുന്നതിനെയാണ് അസസ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ലേണിംഗ് ആക്ടിവിറ്റീസ് ആണ്. പ്ലാൻഡ് എക്സ്പീരിയൻസസ് ആൻഡ് ടാസ്ക് ദാറ്റ് എൻഗേജ് സ്റ്റുഡൻസ് ഇൻ ലേണിംഗ്. എന്തൊക്കെ ആക്ടിവിറ്റികൾ, എന്തൊക്കെ ഗ്രൂപ്പായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാം, ഇൻഡിവിജ്വലി പെർഫോം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൊടുക്കാം, അതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. പിന്നെ റിസോഴ്സുകൾ, മെറ്റീരിയൽസ്, ടെക്നോളജി ആൻഡ് പേഴ്സണൽ യൂസ് ടു സപ്പോർട്ട് ലേണിംഗ്. എന്തൊക്കെ സ്രോതസ്സുകൾ നമുക്ക് ആ കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. പുസ്തകമായിട്ടോ, നമ്മുടെ ലൈബ്രറി ആയിട്ടോ, ടെക്നിക്കലി കാര്യങ്ങളായിട്ടോ, ഈ വ്യക്തികളായിട്ടോ, എങ്ങനെ വേണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ സ്രോതസ്സുകൾ, റിസോഴ്സുകൾ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. ഇത്രയും കമ്പോണൻസ് ചേരുന്നതാണ് ഒരു കരിക്കുലം എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കുക. അതായത് ഇത്രയും കമ്പോണൻസ് എന്താണ് എന്നതിനെക്കുറിച്ച് കറക്റ്റ് ഐഡിയ വേണം. അത്രയും കമ്പോണൻസ് കയ്യിൽ വെച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് കയ്യിൽ വെച്ചതിന് ശേഷം വേണം നമ്മളൊരു കരിക്കുലം ഡിസൈൻ ചെയ്യാനായിട്ട് ഇറങ്ങാൻ എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ടോപ്പിക്ക് വരുന്നത് സോഴ്സസ് ഓഫ് കരിക്കുലം ഡിസൈൻ ആണ്. കരിക്കുലം ഡിസൈൻ ചെയ്യുന്നതിന് എന്തൊക്കെ സോഴ്സസ് ആണ് നമുക്ക് എടുക്കാവുന്നത്?
ഫസ്റ്റ് വൺ ഫിലോസഫിക്കൽ ആൻഡ് തിയററ്റിക്കൽ ഫ്രെയിംവർക്സ്. തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എഡ്യൂക്കേഷണൽ ഫിലോസഫീസ്, ലേണിംഗ് തിയറീസ് ആൻഡ് പെഡഗോജിക്കൽ അപ്രോച്ചസ് ദാറ്റ് ഷേപ്പ് കരിക്കുലം ഡിസൈൻ. അതായത് എഡ്യൂക്കേഷണൽ ഫിലോസഫീസ് വരാം, ലേണിംഗ് തിയറീസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരാം, അതേപോലെ പെഡഗോജിക്കൽ ആയിട്ടുള്ള അപ്രോച്ചസ് വരാം. ഇതൊക്കെ നമുക്ക് അതിൻ്റെ ആ ഒരു ഫ്രെയിം വർക്കായിട്ട് അല്ലെങ്കിൽ അതൊരു ഫിലോസഫിക്കൽ ആൻഡ് തിയററ്റിക്കൽ ഫ്രെയിം വർക്കായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ വരുന്നത് സൊസൈറ്റൽ നീഡ്സ് ആൻഡ് എക്സ്പെക്ടേഷൻസ്. വേറെ എന്താണ് ആ കുട്ടിക്ക് ഒരു സോഴ്സ് ആയിട്ട് അവിടെ വരുന്നത്? സൊസൈറ്റൽ നീഡ്സ്. ഒരു കുട്ടിക്ക് സമൂഹത്തിൽ ഇറങ്ങി ചെല്ലുമ്പോൾ അവൻ ജീവിക്കുന്ന സമൂഹത്തിൽ നിന്നും അവനെക്കുറിച്ച് അല്ലെങ്കിൽ അവൻ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നിന്ന് നേടിയെടുക്കേണ്ടത്, അല്ലെങ്കിൽ ആ സമൂഹത്തിലേക്ക് അവന് ആവശ്യമുള്ളത് എന്തൊക്കെയാണ്, അത് അവന് എവിടെ നിന്ന് കൊടുക്കാൻ സാധിക്കണം. നമുക്ക് ഈ ഒരു കരിക്കുലം വഴി നമ്മുടെ സ്കൂളുകളിൽ നിന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റണം. സൊസൈറ്റൽ വാല്യൂസ്, കൾച്ചറൽ നോംസ് ആൻഡ് എക്കണോമിക് റിക്വയർമെൻറ്റ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് കരിക്കുലം കണ്ടന്റ് ആൻഡ് ഗോൾസ്. അത്തരത്തിൽ സാമൂഹികമായിട്ട് നമുക്ക് കീപ്പ് ചെയ്യേണ്ട വാല്യൂസ്, നോംസ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ, എക്കണോമിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കി കൊടുത്ത് അത് സമൂഹത്തിലേക്ക് ഇറക്കി വിടാൻ പാകത്തിനുള്ള കുട്ടികളാക്കിയിട്ട് നമ്മുടെ കുട്ടികളെ നമ്മൾ മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു രീതിക്കുള്ള കാര്യങ്ങളും സോഴ്സസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടതുണ്ട്. പിന്നെ എന്താ, ഡിസിപ്ലിനറി നോളജാണ്. the structure and content of specific subjects or disciplines that inform curriculum design. കറക്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു കോണ്ടന്റ് ഓരോ ഏത് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഏത് ഡിസിപ്ലിൻ ആണോ കീപ്പ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള കോണ്ടന്റ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യണം. ലേണർ നീഡ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെന്താണ്, ആ കുട്ടിക്ക് എന്താണ് ആവശ്യം, ആ ഒരു പ്രായത്തിലെ കുട്ടിക്ക് എന്ത് അറിവുകളാണ് ആവശ്യം, എങ്ങനത്തെ കാര്യങ്ങളാണ് ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനെ സ്രോതസ്സാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കരിക്കുലം ഡിസൈൻ ചെയ്യാനായിട്ട്. ദ ഡൈവേഴ്സ് നീഡ്സ്, എബിലിറ്റീസ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ലേണേഴ്സ് ദറ്റ് കരിക്കുലം ഡിസൈനേഴ്സ് എയിം ടു അഡ്രസ്. ഓരോ പ്രായത്തിലെയും കുട്ടികളുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ്, ചില നമുക്ക് അത്യാവശ്യം ആക്റ്റീവായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ആ ഒരു രീതിക്കുള്ള കോണ്ടന്റുകളും കാര്യങ്ങളും ആഡ് ചെയ്യുക. തിയറട്ടിക്കലി നമ്മുടെ മെൻ്റലി നമുക്ക് യൂസ് ചെയ്തുകൊണ്ട്, നമ്മുടെ ബ്രെയിൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, ആ മേഖലയിലുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുക. അപ്പം അങ്ങനെ ഓരോ ഏജിലുമുള്ള കുട്ടികൾക്ക് അവരുടെ താല്പര്യങ്ങൾ, അവരുടെ സാമൂഹികമായ ചുറ്റുപാടുകൾ, അവരുടെ എന്താ പറയുക, ആ ഒരു ഏജിൻ്റെ അല്ലെങ്കിൽ മെൻ്റൽ ആയിട്ടുള്ള അവരുടെ ആ ഒരു എന്താ പറയുക ആ ഒരു സമയത്തെ കാലഘട്ടത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ അതിനനുസരിച്ച് രീതിയിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസസ്. റിസർച്ച് ഫൈൻഡിങ്സ് ആൻഡ് എഫക്റ്റീവ് പ്രാക്ടീസസ് ഇൻ എഡ്യൂക്കേഷൻ ദാറ്റ് ഇൻഫോം കരിക്കുലം ഡിസൈൻ ഡിസിഷൻസ്. അതായത് എഡ്യൂക്കേഷൻ റിസർച്ച് നടത്താം, നമ്മൾ കറക്റ്റായിട്ട് എന്തൊക്കെ റിസർച്ച് ചെയ്തിട്ട് അതിനകത്ത് എന്താണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു ലേറ്റസ്റ്റ് ആയ ഒരു സമയത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ വേണം. പോളിസി ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ്, ഗവൺമെൻറ് പോളിസി, സ്റ്റാൻഡേർഡ്സ് ആൻഡ് റെഗുലേഷൻസ് ദാറ്റ് ഗവൺ കരിക്കുലം ഡിസൈൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. അതേപോലെ തന്നെ ഗവൺമെൻറ് പോളിസികൾ, അവർ വരുന്ന റെഗുലേഷൻസ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയും എന്താ പറയുന്നത് സോഴ്സസ് ആയിട്ട് മാറാറുണ്ട്. സ്റ്റേക്ക് ഹോൾഡർ ഇൻപുട്ട്, ഫീഡ്ബാക്ക് ആൻഡ് പെർസ്പെക്റ്റീവ്സ് ഫ്രം ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, പാരൻസ് ആൻഡ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ദാറ്റ് ഷേപ്പ് കരിക്കുലം ഡിസൈൻ. അതേപോലെ തന്നെ കുട്ടികളിൽ നിന്നും എന്താ പറയുക പാരൻസിൽ നിന്നും ടീച്ചേഴ്സിൽ നിന്നും ഒക്കെ കിട്ടുന്ന ഫീഡ്ബാക്കുകളൊക്കെയും ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഡിസൈൻ ഡയമെൻഷൻസ്, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഓർഗനൈസേഷൻ. ഈ പറയുന്ന കരിക്കുലം ഡിസൈനിൻ്റെ തന്നെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഓർഗനൈസേഷനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഹൊറിസോണ്ടൽ നോക്കാം. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എന്താണ് നമുക്കറിയാം, തിരശ്ചീനം എന്നുള്ളൊരു മീനിങ് ആണ് അല്ലേ. refers to the organization of learning experience. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ലേണിംഗ് എക്സ്പീരിയൻസസ് ആൻഡ് ദി കണ്ടന്റ് വിത്തിൻ എ സിംഗിൾ ലെവൽ ഓർ ഗ്രേഡ്. ഒരേ ലെവലിനകത്ത് തന്നെ നമ്മൾ എന്ത് കൊണ്ടുവരാണ്, ആ ഒരു ഓർഗനൈസേഷനും ലേണിംഗ് എക്സ്പീരിയൻസും കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ഓർഗനൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ഇൻ്റഗ്രേറ്റിംഗ് ആൻഡ് അലൈനിങ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്, കോണ്ടന്റ് ആൻഡ് അസസ്മെൻറ്റ്സ് അക്രോസ് ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ഓർ ഡിസിപ്ലിൻസ്. അതായത് ഒരേ ഗ്രേഡിൽ തന്നെയുള്ള പലതരത്തിലുള്ള സബ്ജക്റ്റുകളെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് ഈ പറഞ്ഞ ഹൊറിസോണ്ടൽ ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു 8th സ്റ്റാൻഡേർഡ് ആണെന്നുണ്ടെങ്കിൽ അതേ ക്ലാസ്സിലെ തന്നെ എന്താ പറയുക സയൻസും അതേപോലെ തന്നെ സോഷ്യലും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ടത് വെറുതെ എന്തെങ്കിലും പറഞ്ഞ് കമ്പൈൻ ചെയ്യല്ല, കണക്ഷൻ ഉള്ള ടോപ്പിക്കുകൾ തമ്മിൽ കമ്പൈൻ ചെയ്തുകൊണ്ട് ആ കുട്ടികൾക്ക് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ എന്ത് ചെയ്യണം, ആ ഒരു വിഷയത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് പഠിപ്പിക്കുന്നതാണ് ഈ പറയുന്ന ഹൊറിസോണ്ടൽ ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എയിംസ് ടു പ്രൊമോട്ട് ഇൻ്റർ ഡിസിപ്ലിനറി കണക്ഷൻസ്, റെഡ്യൂസ് ഫ്രാഗ്മെൻറ്റേഷൻ ആൻഡ് എൻഹാൻസ് കോഹറൻസ്. അതായത് ഒരു കുട്ടി കുറേ നേരം എന്താ പറയുക ഒരു സബ്ജക്റ്റ് കേട്ടിരിക്കുന്നു, അടുത്ത പീരീഡ് വേറെ ടീച്ചർ വരുന്നു, ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യം ആ ടീച്ചർ ആ സബ്ജക്റ്റിൽ പഠിപ്പിക്കുന്നു. അപ്പോൾ എന്താണ് ഭയങ്കരമായിട്ട് ഫ്രാഗ്മെൻറ്റഡ് ആയിപ്പോൾ ചെതറി പോവാണ്, എവിടേക്ക് ശ്രദ്ധിക്കണമെന്ന് അറിയാത്തൊരവസ്ഥ. അതേസമയം ഈ ഒരു അവർ പഠിപ്പിച്ചതിൽ നിന്നും കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സംഭവം അടുത്ത സബ്ജക്റ്റിൽ അടുത്ത അവറിൽ വരുന്ന ടീച്ചർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്താണ്, ഒരു ഇൻ്റഗ്രേഷനാണ്, തമ്മിലുള്ള ഒരു കണക്ഷനാണ്. അപ്പോൾ ആ കുട്ടിക്ക് ഒരു കണ്ടിന്യൂറ്റി കിട്ടുമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്.
എക്സാമ്പിൾ കൂടെ പറഞ്ഞാൽ ക്ലിയർ ആവും. ഇൻ എ ഹൈ സ്കൂൾ എ ഹിസ്റ്ററി ടീച്ചർ മൈറ്റ് കൊളാബറേറ്റ് വിത്ത് ആൻ ഇംഗ്ലീഷ് ടീച്ചർ ടു ടീച്ച് എ യൂണിറ്റ് ഓൺ ദി അമേരിക്കൻ റവല്യൂഷൻ. ഇംഗ്ലീഷും ഹിസ്റ്ററിയും കൂടെ ചേർത്ത് നമുക്ക് അമേരിക്കൻ റവല്യൂഷൻ വേണമെങ്കിൽ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം. ദി ഹിസ്റ്ററി ക്ലാസ് വുഡ് ഫോക്കസ് ഓൺ ദി പൊളിറ്റിക്കൽ ആൻഡ് മിലിറ്ററി ആസ്പെക്ട്. പൊളിറ്റിക്കൽ ആസ്പെക്റ്റും അമേരിക്കൻ റവല്യൂഷൻ്റെ പൊളിറ്റിക്കലി മിലിറ്ററി ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ ഹിസ്റ്ററി ടീച്ചർക്ക് പറഞ്ഞു കൊടുക്കാം. വൈൽ ദി ഇംഗ്ലീഷ് ക്ലാസ് വുഡ് അനലൈസ് റിലേറ്റഡ് ലിറ്ററേച്ചർ ആൻഡ് പ്രൈമറി സോഴ്സ് ഡോക്യുമെൻറ്റ്സ്. ആ സമയത്തെ അല്ലെങ്കിൽ ആ ഒരു അമേരിക്കൻ റവല്യൂഷൻ റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ലിറ്ററേച്ചർ വർക്കുകളെ കുറിച്ച് പറയാം. അതേപോലെ തന്നെ അതിനെ പ്രൈമറി സോഴ്സ് ആക്കിയിട്ട് വന്നിട്ടുള്ള ഡോക്യുമെൻറ്റ്സിനെ കുറിച്ച് ആ ഒരു സാഹിത്യപരമായ മേഖലയിലേക്ക് ഇംഗ്ലീഷ് ടീച്ചർക്കും സംസാരിക്കാം. അതേപോലെ തന്നെ സോഷ്യൽ ആയിട്ടുള്ള ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിലേക്ക് ഹിസ്റ്ററി ടീച്ചർക്കും സംസാരിക്കാം. പക്ഷേ രണ്ടുപേരും സംസാരിക്കുന്ന എന്ത് തന്നെ വിഷയം അമേരിക്കൻ റവല്യൂഷൻ തന്നെയാണ്. അപ്പോൾ ഈ കുട്ടിക്ക് എന്ത് ചെയ്യില്ല, ഫസ്റ്റ് അവർ വരുന്ന ഹിസ്റ്ററി ടീച്ചർ കയറുന്നു, അമേരിക്കൻ റവല്യൂഷൻ പറയുന്നു, അതുമായിട്ട് കണക്ട് ചെയ്ത് അടുത്ത അവർ ഇംഗ്ലീഷ് ടീച്ചർ കയറുന്നു. അപ്പോൾ ഈ കുട്ടിക്ക് ഫ്രാഗ്മെൻറ്റഡ് ആവില്ല, രണ്ടും തമ്മിൽ ബന്ധമില്ലല്ലോ എന്ന് തോന്നില്ല. ഇതിൽ നിന്നും കണക്ട് ചെയ്ത് അടുത്ത സബ്ജക്റ്റിലേക്ക് പോകുമ്പോൾ കുട്ടിക്ക് അത് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇനിയുള്ളത് വെർട്ടിക്കൽ ഓർഗനൈസേഷനാണ്. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ നമുക്കറിയാം, എന്താണ് ലംബമായിട്ടുള്ള എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. റെഫേഴ്സ് ടു ദ ഓർഗനൈസേഷൻ ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസസ് ആൻഡ് ദി കോണ്ടന്റ് അക്രോസ് ഡിഫറെൻറ്റ് ലെവൽസ് ഓർ ഗ്രേഡ്സ്. ഇവിടെ വരുന്നത് നമ്മൾ ലംബം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, മുകളിൽ നിന്ന് താഴേക്കും താഴെ നിന്ന് മുകളിലേക്ക് എന്നുള്ള രീതിക്കാണ് വര പോലെ നമ്മൾ വരയ്ക്കുക. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ വരുന്നത്. താഴത്തെ ഒരു സ്റ്റേജിൽ നിന്നും ഒരു ഗ്രേഡിൽ നിന്നും മുകളിലത്തെ ഒരു സ്റ്റേജിൽ നിന്നും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് ഗ്രേഡുകൾ, ഡിഫറെൻറ്റ് ക്ലാസ്സുകൾ തമ്മിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ഇൻവോൾവ് സീക്വൻസിങ് ആൻഡ് ആർട്ടിക്കുലേറ്റിംഗ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്, കോണ്ടന്റ് ആൻഡ് അസസ്മെൻറ്റ്സ് ടു പ്രൊമോട്ട് പ്രോഗ്രസീവ് ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അടുത്ത വർഷത്തേക്ക് മാറുമ്പോഴേക്കും ആ കുട്ടിക്ക് പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞ വർഷത്തിൽ നിന്നും കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന തരത്തിൽ ആ ഒരു കരിക്കുലത്തിന് ഓർഗനൈസ് ചെയ്തെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. എയിംസ് ടു എൻഷുർ കണ്ടിന്യൂറ്റി, കൊഹറൻസ് ആൻഡ് ഇൻക്രീസിങ് കോംപ്ലക്സിറ്റി ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസ്. തീർച്ചയായിട്ടും നമുക്കറിയാം 8ാം ക്ലാസ് കഴിഞ്ഞ് 9ാം ക്ലാസ്സിലേക്ക് കടക്കുന്ന കുട്ടിക്ക് അവിടെ പഠനത്തിൻ്റെ കോംപ്ലക്സിറ്റി കൂടുകയാണ്. പക്ഷേ അതേസമയം അവൻ അവിടെ എന്ത് നഷ്ടപ്പെടരുത്, കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുകയും ചെയ്യരുത്. അപ്പോൾ ഈ 8ലെ സബ്ജക്റ്റിൽ നിന്നും കണക്ട് ചെയ്തുകൊണ്ട് തന്നെ 9ലെ സബ്ജക്റ്റുകൾ പഠിപ്പിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന തരത്തിൽ അറേഞ്ച് ചെയ്യുന്ന ആ ഒരു ഓർഗനൈസേഷനാണ് വെർട്ടിക്കൽ ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ നോക്കാം. എ മാത്ത് കരിക്കുലം മൈറ്റ് ഇൻട്രൊഡ്യൂസ് ബേസിക് അൽജിബ്രായിക് കോൺസെപ്റ്റ്സ് ഇൻ മിഡിൽ സ്കൂൾ. നമുക്കറിയാം ബേസിക് ആയിട്ടുള്ള മാക്സും കാര്യങ്ങളൊക്കെ നമ്മൾ UP സ്കൂളുകൾ അല്ലെങ്കിൽ മിഡിൽ സ്കൂളുകളിലൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. ദെൻ ബിൽഡ് അപ്പോൺ ദോസ് കോൺസെപ്റ്റ്സ് വിത്ത് മോർ അഡ്വാൻസ്ഡ് അൽജിബ്ര ഇൻ ഹൈ സ്കൂൾ ആൻഡ് ഫൈനലി അപ്ലൈ ദം ഇൻ കാൽക്കുലസ്. ഇതേ സെയിം സാധനം തന്നെ ഹൈസ്കൂളിലേക്കും അതിൻ്റെ അങ്ങോട്ടും മുകളിലേക്കും പോകുന്നതനുസരിച്ച് ഈ ബേസിക് സംഭവത്തിൽ നിന്ന് ബേസിക് മാത്സിൻ്റെ എന്താ പറയുക കാൽക്കുലേഷൻസിൽ നിന്ന് തന്നെയാണ് ബാക്കിയുള്ള ഓരോ കാര്യങ്ങളും വരുന്നത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു കണക്ഷൻ വിട്ടുപോകാതെ അതിൽ നിന്നും കണക്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ ഒരു കോംപ്ലക്സിറ്റി കുട്ടികൾക്ക് വല്ലാതെ ഡിഫിക്കൽട്ടായിട്ട് പോകാത്ത തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു കരിക്കുലം അഡ്ജസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇനി അതിനെ ഒന്നുകൂടെ സമ്മപ്പ് ചെയ്ത് ഷോർട്ടാക്കി പറയാം. ഹൊറിസോണ്ടൽ ഓർഗനൈസേഷൻ ഫോക്കസസ് ഓൺ ഇൻ്റഗ്രേറ്റിംഗ് കോണ്ടന്റ് അക്രോസ് ഡിഫറെൻറ്റ് സബ്ജക്ട്സ് അറ്റ് ദ സെയിം ഗ്രേഡ് ലെവൽ. ഇത് പഠിച്ച് വെക്കാട്ടോ, അത് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. ഹൊറിസോണ്ടൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ ഇയറിലുള്ള അല്ലെങ്കിൽ ഒരേ ഗ്രേഡ് ലെവലിലുള്ള പല സബ്ജക്റ്റുകൾ തമ്മിൽ ഡിഫറെൻറ്റ് സബ്ജക്റ്റുകൾ തമ്മിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതാണ്. While vertical organization focuses on sequencing content in a progressive manner from one grade level to the next. ഒരു ഗ്രേഡ് ലെവലിൽ നിന്നും അടുത്ത ഗ്രേഡ് ലെവലിലേക്ക് പോകുമ്പോൾ ആ 2 വർഷത്തിലെ എന്താ പറയുക വിഷയങ്ങൾ തമ്മിൽ കോണ്ടന്റുകൾ തമ്മിലുള്ള കണക്ഷൻ, അതിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെർട്ടിക്കൽ ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഹൊറിസോണ്ടലിനും വെർട്ടിക്കലിനും മീനിങ് തന്നെയാണ് വരുന്നത്. ഹൊറിസോണ്ടലിൽ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക, അതേപോലെ തന്നെ വെർട്ടിക്കൽ ലൈൻ നമ്മൾ എങ്ങനെ വരയ്ക്കുക എന്നുള്ള ഓർത്താൽ മതി. അപ്പോൾ അതേ രീതിക്ക് തന്നെ ഓർത്ത് വയ്ക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല അപ്പോൾ കേട്ടോ. ഇനി അടുത്ത ടോപ്പിക്കിൽ സ്കോപ്പ്, ഇൻ്റഗ്രേഷൻ ആൻഡ് സീക്വൻസ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമുക്ക് സ്കോപ്പിൽ നമുക്ക് എന്ത് പറയാം, ഡിഫൈൻസ് ദ ബ്രെഡ്ത്ത് ആൻഡ് ഡെപ്ത് ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസ് ആൻഡ് കണ്ടന്റ്. ആ ഒരു ലേണിംഗ് എക്സ്പീരിയൻസിൻ്റെ എത്രത്തോളം ഡെപ്തിൽ, ആഴത്തിൽ, എത്രത്തോളം എന്താ പറയുക പരന്നിട്ട് അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് വ്യാപിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാം എന്നതിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് സ്കോപ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. നമുക്കറിയാലോ. പിന്നെ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു കണക്ഷൻ ചെയ്യാണ്, 2 സബ്ജക്റ്റുകൾ തമ്മിൽ അല്ലെങ്കിൽ 2 ഇയറിലെ വിഷയങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഇൻ്റഗ്രേഷൻ. കണക്ട്സ് ആൻഡ് റിലേറ്റ്സ് ഡിഫറെൻറ്റ് സബ്ജക്ട്സ്, ഡിസിപ്ലിൻസ് ഓർ ലേണിംഗ് എക്സ്പീരിയൻസ്. അതാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഓർഗനൈസസ് ലേണിംഗ് എക്സ്പീരിയൻസസ് ആൻഡ് ദി കോണ്ടന്റ് ഇൻ എ ലോജിക്കൽ ആൻഡ് കൊഹറന്റ് ഓർഡർ. സീക്വൻസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഡർ ആക്കുക, ഒന്നിൽ നിന്നും അടുത്തതിലേക്ക് കടക്കുമ്പോൾ ഓർഡറായിട്ട് കടക്കാൻ പാകത്തിന് അറേഞ്ച് ചെയ്യുന്നതാണ് സീക്വൻസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്കോപ്പ് എന്ന് പറയുന്നത് എന്താ, സ്കോപ്പ് ഡിറ്റർമിൻസ് വാട്ട് ഈസ് ഇൻക്ലൂഡഡ്, എന്താണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നാണ് സ്കോപ്പിൽ പറയുന്നത്. അതേസമയം ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എൻഷുവേഴ്സ് കണക്ഷൻസ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഏരിയാസ്, പല ഏരിയാസ് തമ്മിലുള്ള കണക്ഷൻ ഉറപ്പുവരുത്തുകയാണ് ഇൻ്റഗ്രേഷനിൽ ചെയ്യുന്നത്. സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താ, എൻഷുവേഴ്സ് എ ലോജിക്കൽ പ്രോഗ്രഷൻ ഓഫ് ലേണിങ്ങിൻ്റെ ഒരു പ്രോഗ്രഷൻ, ഒരു പുരോഗമനമാണ്, ഒന്നിൽ നിന്നും അടുത്ത സ്റ്റേജിലോട്ടുള്ള ഒരു കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്തിട്ടുള്ള ഒരു പോക്കിനെയാണ് നമ്മളെന്ന് പറയുന്നത് സീക്വൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇനി വരുന്ന ആർട്ടിക്കുലേഷൻ, ബാലൻസ് ആൻഡ് കണ്ടിന്യൂറ്റി ആണ് കേട്ടോ. ആർട്ടിക്കുലേഷൻ, ബാലൻസ് ആൻഡ് കണ്ടിന്യൂറ്റി. ആർട്ടിക്കുലേഷൻ എൻഷുവേഴ്സ് എ സ്മൂത്ത് ട്രാൻസിഷൻ ആൻഡ് കണക്ഷൻസ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ലെവൽസ്, ഗ്രേഡ്സ് ഓർ കോഴ്സസ് പ്രൊമോട്ടിംഗ് കണ്ടിന്യൂറ്റി ആൻഡ് കൊഹറൻസ്. കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്തുകൊണ്ട് ഒരു ഗ്രേഡിൽ നിന്നും അടുത്ത ഗ്രേഡിലേക്ക് പോകുന്ന അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസിഷനെയാണ് നമ്മൾ ആർട്ടിക്കുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അച്ചീവ്സ് എ ഹാർമോണിയസ് ബ്ലെൻഡ് ഓഫ് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ലേണിംഗ് സച്ച് ആസ് നോളജ്, സ്കിൽസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ടു പ്രൊമോട്ട് വെൽ റൗണ്ട് ഡെവലപ്മെൻറ്റ്. നോളജ് ആയിക്കോട്ടെ, സ്കില്ലായിക്കോട്ടെ, ആറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, അതിനൊക്കെയും ബാലൻസ് ചെയ്ത് നിർത്തുന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ കണ്ടിന്യൂറ്റി എന്താണ്? പ്രൊവൈഡ്സ് എ കൺസിസ്റ്റൻറ്റ് ആൻഡ് ലോജിക്കൽ പ്രോഗ്രഷൻ ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസസ് ബിൽഡിംഗ് ഓൺ പ്രീവിയസ് നോളജ് ആൻഡ് സ്കിൽസ് ടു പ്രൊമോട്ട് ഡെപ്ത് ആൻഡ് കോംപ്ലക്സിറ്റി. അതായത് തൊട്ട് മുന്നേ പഠിച്ച വിഷയത്തിൽ നിന്ന് അതിനെ തന്നെ ബേസ് ആക്കി നിർത്തിക്കൊണ്ട് അതിൽ തന്നെ ചവിട്ടി നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത വിഷയത്തിലോട്ട് അല്ലെങ്കിൽ അടുത്ത ഗ്രേഡിലോട്ട് നമുക്ക് കടക്കാനായിട്ട് സാധിക്കണം. അതാണ് കണ്ടിന്യൂറ്റി. These elements work together to create a cohesive and effective curriculum design supporting student learning and achievement. ഇതൊക്കെ നമുക്ക് ആ ഒരു സ്റ്റുഡൻറ്റ് ലേണിങ്ങിനെ കരിക്കുലം ഡിസൈനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി മീനിങ് ഓഫ് നോളജ് ഓർഗനൈസേഷനാണ്. നോളജ് ഓർഗനൈസേഷൻ്റെ മീനിങ് എന്താണ്? നോളജ് ഓർഗനൈസേഷൻ റെഫേഴ്സ് ടു ദ വേ ഇൻഫർമേഷൻ ആൻഡ് കോൺസെപ്റ്റ്സ് ആർ സ്ട്രക്ചേർഡ്, കാറ്റഗറൈസ് ആൻഡ് ഇൻ്റർകണക്റ്റഡ് ടു ഫെസിലിറ്റേറ്റ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റിട്രീവൽ. നോളജ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ദ വേ ഇൻഫോർമേഷൻ ആൻഡ് കോൺസെപ്റ്റ്സ് ആർ സ്ട്രക്ചേർഡ്. ഇൻഫോർമേഷനും കോൺസെപ്റ്റുകളും എല്ലാം എങ്ങനെ ഏത് മാർഗ്ഗത്തിൽ കൂടെയാണ് സ്ട്രക്ചർ ചെയ്ത് വരുന്നത്, അതേപോലെ തന്നെ കാറ്റഗറൈസ് ചെയ്ത് വരുന്നത്, അതേപോലെ ഇൻ്റർ കണക്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവൽ അല്ലെങ്കിൽ റിട്രീവൽ ലെവലിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇതിനെ എന്ത് പറയുക നമ്മൾ സ്ട്രക്ചർ ചെയ്ത് കൊണ്ടുവരുന്നത്, എങ്ങനെയൊക്കെ നമ്മൾ അടുക്കി പെറുക്കി ഒതുക്കി കൊണ്ടുവരുന്നത് എന്നാണ് അതുകൊണ്ട് ആ ഒരു നോളജ് ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോളജ് ഓർഗനൈസേഷൻ പേര് തന്നെയാണ് നോളജിനെ ഓർഗനൈസ് ചെയ്യുക, നോളജിനെ കറക്റ്റ് വേണ്ട ഓർഡറിലാക്കി എടുക്കുക എന്നുള്ളതാണ് നോളജ് ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? കാറ്റഗറൈസേഷൻ. കാറ്റഗറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൂപ്പിംഗ് റിലേറ്റഡ് കോൺസെപ്റ്റ്സ് ആൻഡ് ഇൻഫർമേഷൻ കറക്റ്റായിട്ട് ഓരോ ഗ്രൂപ്പിന് കാറ്റഗറി ആക്കുക, ഡിഫറെൻറ്റ് കാറ്റഗറികളാക്കുക അല്ലേ? ഓരോ വിഷയത്തിനും ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഓരോ കോൺസെപ്റ്റിനും ഓരോ ഇൻഫർമേഷനും ആവശ്യമായ രീതിയിൽ അതിനെ ഗ്രൂപ്പാക്കി എടുക്കുകയാണ് കാറ്റഗറൈസേഷൻ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? നോളജിനെ ഓർഗനൈസ് ചെയ്യാം. ഓരോ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം അനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ കോൺസെപ്റ്റ് അനുസരിച്ച് അത് കൊടുക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് നമുക്ക് അതിൻ്റെ ഗ്രൂപ്പുകളാക്കാം. അങ്ങനെ നമുക്ക് നോളജിനെ ഓർഗനൈസ് ചെയ്യാം. അല്ലെങ്കിൽ എന്താ? ഹയറാർക്കീസ് ആയിട്ടാക്കാം. അതായത് ഓർഡറിൽ അല്ലേ? ഓർഗനൈസിങ് കോൺസെപ്റ്റ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പറഞ്ഞു കൊടുത്ത് പിന്നെ സ്പെസിഫിക് ആയിട്ട് ആ ഒരു ഹൈറാർക്കിക്കൽ ഓർഡറിൽ നമുക്കതിന് അറേഞ്ച് ചെയ്യാം. പിന്നെ എന്താണ്? റിലേഷൻഷിപ്സ് ആണ് അല്ലേ? ഐഡൻറ്റിഫൈങ് കണക്ഷൻസ് ബിറ്റ്വീൻ കോൺസെപ്റ്റ്സ്. അതായത് ഒരു വിഷയത്തിൽ നമ്മൾ തൊട്ട് മുന്നേ എന്താ പറയുക എക്സാമ്പിളിൽ പറഞ്ഞല്ലോ, വെർട്ടിക്കലിലും അതേപോലെ തന്നെ ഹൊറിസോണ്ടലിലൊക്കെ നമ്മൾ പറഞ്ഞു. അതായത് രണ്ട് സബ്ജക്റ്റുകൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് കോൺസെപ്റ്റുകൾ തമ്മിലുള്ള കണക്ഷൻ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കണക്ഷൻ വെക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ കീപ്പ് ചെയ്യുന്ന തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? നോളജിനെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ ഫ്രെയിം വർക്ക് കൊടുത്തുകൊണ്ട് പ്രൊവൈഡിങ് എ സ്ട്രക്ചർ ഫോർ ഓർഗനൈസിങ് ആൻഡ് ഇൻ്റഗ്രേറ്റിംഗ് നോളജ്. അത് ഓർഗനൈസ് ചെയ്യുന്നതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് കറക്റ്റായ ഒരു സ്ട്രക്ചർ കൊടുത്തുകൊണ്ടും നമുക്ക് ഈ പറയുന്ന നോളജിനെ ഓർഗനൈസ് ചെയ്യാവുന്നതാണ്. പിന്നെന്താ? ഫോംസ് ഓഫ് നോളജ് ഇൻക്ലൂഡഡ് ഇൻ സ്കൂൾ എഡ്യൂക്കേഷൻ. എന്തൊക്കെ സ്കൂൾ എഡ്യൂക്കേഷനിൽ ഏതൊക്കെ ഫോംസ് ഓഫ് നോളജാണ് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്? അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ചെണ്ണം നമുക്ക് പറയാം. ഡിക്ലറേറ്റീവ് നോളജ്. ഒന്നാമത് നമുക്ക് ഡിക്ലറേറ്റീവ് നോളജാണ്. ഇതിന് പല പേരുകൾ, ഇതിനേക്കാൾ കൂടുതൽ നമ്പറുകൾ നമുക്ക് പഠിക്കാം. അല്ലെങ്കിൽ ഇതിനെ തന്നെ 6 ഇല്ല 4 പഠിക്കുന്നത് 4 പഠിക്കാം. അതിനെ തന്നെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാനായിട്ട് പറയണം കേട്ടോ. അല്ലെങ്കിൽ ഈ 6 പഠിക്കാം. അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ നമ്പറുകളിൽ നമുക്കിതിനെ ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ. ഡിക്ലറേറ്റീവ് നോളജ് എന്ന് പറഞ്ഞാൽ എന്താ? ഫാക്ച്വൽ ഇൻഫർമേഷൻ, കോൺസെപ്റ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ്. അതായത് എന്തെങ്കിലും ഒരു ഫാക്റ്റിനെ, ഒരു വസ്തുതയെ കുറിച്ച് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു വസ്തുതയെ അറിവാക്കി എടുക്കുന്ന കാര്യമാണ് ഡിക്ലറേറ്റീവ് നോളജ്. പിന്നെ എന്താ? പ്രൊസീജിയറൽ നോളജാണ്. ഒരു പ്രൊസീജിയറിനെ പഠിപ്പിക്കുക അല്ലേ? ഒരു സ്കില്ല് കൊടുക്കുന്ന രീതിയിൽ, ഒരു പ്രൊസീജിയർ കൊടുക്കുന്ന രീതിയിൽ, ഒരു മെത്തേഡ് പഠിപ്പിക്കുന്നത്. അതായത് ഹൗ ആണ്. തൊട്ട് മുന്നേ നമ്മൾ ഡിക്ലറേറ്റീവിൽ വാട്ടാണ് പഠിപ്പിച്ചെങ്കിൽ ഇവിടെ ഹൗ ആണ്. തൊട്ട് മുന്നേ നോളജിൽ എന്താണ് സംഭവം എന്ന് പഠിപ്പിച്ചെങ്കിൽ ഇവിടെ എങ്ങനെ അത് ചെയ്യാമെന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അടുത്തത് എന്താണ്? കണ്ടീഷണൽ നോളജാണ്. അണ്ടർസ്റ്റാൻഡിങ് വെൻ ആൻഡ് വൈ ടു അപ്ലൈ നോളജ്. എങ്ങനെ അല്ലെങ്കിൽ എപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യണം, ആ ഒരു കണ്ടീഷൻസ് വെച്ചുകൊണ്ട് വെൻ ആൻഡ് വൈ വെച്ചുകൊണ്ടുള്ള ഒരു നോളജാണ് നമ്മൾ ഈ പറയുന്നത് കണ്ടീഷണൽ നോളജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ്? കോണ്ടെക്സ്ച്വൽ നോളജ്. ഇതൊക്കെ നമുക്ക് പേര് തന്നെ കിട്ടില്ല. കോണ്ടെക്സ്ച്വൽ നോളജ് എന്ന് പറഞ്ഞാൽ എന്താ? അണ്ടർസ്റ്റാൻഡിങ് ദ കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് നോളജ് ഇസ് അപ്ലൈഡ്. ഏത് കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് ആ ഒരു നോളജ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഇൻക്ലൂഡിങ് കൾച്ചറൽ,
സോഷ്യൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്. ഹിസ്റ്റോറിക്കലായിട്ടാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, സാമൂഹികപരമായിട്ടാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അതോ കൾച്ചറലായിട്ടാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്ന് കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നോളജ് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ എന്താണ് പ്രാക്ടിക്കൽ നോളജ്, പ്രാക്ടിക്കലി പഠിപ്പിക്കുക അല്ലേ. ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് നോളജ് ഇൻ റിയൽ വേൾഡ് സിറ്റുവേഷൻസ്. നമുക്ക് തൊട്ടും എന്താ പറയുക പ്രവർത്തിപ്പിച്ചുകൊണ്ടും ഒരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ തന്നെ പ്രാപ്തരാക്കുക. അതാണ് പ്രാക്ടിക്കൽ നോളജ്. പിന്നെ അതാണ് കോൺസെപ്റ്റൽ നോളജാണ്. അണ്ടർസ്റ്റാൻഡിങ് അബ്സ്ട്രാക്ട് കോൺസെപ്റ്റ്സ്, തിയറീസ് ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഐഡിയാസ്. അത് തിയറിറ്റിക്കലി പഠിക്കുക, തിയറികൾ ആ ഒരു കോൺസെപ്റ്റുകളായിട്ട് ആ രീതിക്ക് പഠിക്കുന്നതാണ് കോൺസെപ്റ്റൽ നോളജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കോൺസെപ്റ്റ് നോളജ് ഏകദേശം ഡിക്ലറേറ്റീവ് നോളജ് പോലൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഏകദേശം ഇൻ്റർ കണക്റ്റഡ് ആണ്. ഇതിനെ തന്നെ പല പല പേരുകൾ ചെറിയ ചെറിയ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതൊന്നും അങ്ങനെ ഞാൻ പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ആ ചെറിയ കുട്ടികളല്ല, നമ്മൾ ഇപ്പോൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് വന്ന കുട്ടികളായതുകൊണ്ട് ആ ടൈറ്റിൽ മാത്രമേ നിങ്ങൾ ശരിക്കും സത്യം പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചു പോകേണ്ട കാര്യമുള്ളൂ. അതിന് നമുക്ക് എക്സാമിന് പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നമുക്ക് എലാബറേറ്റ് ചെയ്യാം. അല്ലാതെ ഈ ലൈൻസ് ഫുള്ളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക വേണ്ടു, ഫുള്ള് പഠിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ ബേസിസ് ഓഫ് നോളജ് ഓർഗനൈസേഷൻ. നോളജ് ഓർഗനൈസേഷൻ്റെ ബേസിസ് എന്താണെന്നാണ് നോക്കുന്നത്. അപ്പോൾ എന്താണ്, ഫസ്റ്റ് നമുക്ക് ലോജിക്കൽ ഓർഗനൈസേഷൻ. എന്താണ് ലോജിക്കൽ ഓർഗനൈസേഷൻ? ഇത് തൊട്ട് മുന്നേ പറഞ്ഞതിൻ്റെ വേറൊരു അവസ്ഥാന്തരം അല്ലെങ്കിൽ ഒരു പരിണാമം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. സ്ട്രക്ചേഴ്സ് കണ്ടന്റ് ഇൻ എ ലോജിക്കൽ ആൻഡ് സീക്വൻഷ്യൽ ഓർഡർ, സീക്വൻഷ്യൽ മാനർ ഓഫൻ ഫോളോയിങ് ദ ഇൻഹറൻറ്റ് സ്ട്രക്ചർ ഓഫ് ദി സബ്ജക്റ്റ് മാറ്റർ. ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്, ലോജിക്കലി നമ്മൾ എന്താ പറയുക ലോജിക്ക് കീപ്പ് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ടുള്ള അതിൻ്റെ ലോജിക്ക് അല്ലെങ്കിൽ ആ സീക്വൻഷ്യൽ ആയിട്ടുള്ള ഒരു ഓർഡർ കീപ്പ് ചെയ്തുകൊണ്ട് സ്ട്രക്ചറിനെ നമ്മൾ ഓർഗനൈസ് ചെയ്യുകയാണ് ലോജിക്കൽ ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ് സൈക്കോളജിക്കൽ ഓർഗനൈസേഷൻ. സൈക്കോളജിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ ലേണേഴ്സ് നീഡ്സ്, ഇൻട്രസ്റ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് ടു ഓർഗനൈസ് കോണ്ടന്റ്. കുട്ടികളുടെ നീഡുകൾ, ആവശ്യം എന്താണ്, താല്പര്യം എന്താണ്, ഓരോ സ്റ്റേജുകളിലും കുട്ടിക്ക് എന്താണ് മാനസികമായിട്ടുള്ള അവരുടെ വളർച്ച അനുസരിച്ച് എന്താണ് കുട്ടിക്ക് കൊടുക്കേണ്ടത് എന്നനുസരിച്ചിട്ടുള്ള ഓർഗനൈസേഷനാണ് സൈക്കോളജിക്കൽ ഓർഗനൈസേഷൻ. പിന്നെ മോഡുലാർ ഓർഗനൈസേഷൻ ആണ്. ബ്രേക്സ് ഡൗൺ കോണ്ടന്റ് ഇൻ ടു സെൽഫ് കണ്ടെയ്ൻഡ് മൊഡ്യൂൾസ് ഓർ യൂണിറ്റ്സ് അലൗവിംഗ് ഫോർ ഫ്ലെക്സിബിലിറ്റി ആൻഡ് കസ്റ്റമൈസേഷൻ ഇൻ ലേണിംഗ്. മൊഡ്യൂൾസ് ആക്കിയിട്ടിരിക്കുക, അതായത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് ആ സെൽഫ് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഓരോ മൊഡ്യൂളിലും ഒരു പെർട്ടിക്കുലർ വിഷയത്തിനെ കുറിച്ച് സംസാരിക്കുന്ന ഇത് മൊഡ്യൂൾസ് ആയിട്ട് തിരിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നോളജിനെ ഓർഗനൈസ്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ പറഞ്ഞാൽ ലോജിക്കലായിട്ട് നമുക്ക് അതിനെ സ്ട്രക്ചർ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഓരോ ലോജിക്ക് അനുസരിച്ച് ടോപ്പിക്കുകളുടെ ലോജിക്ക് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഓർഗനൈസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റേജിലും കുട്ടിക്ക് എന്താണ് പഠിക്കേണ്ടത്, അവൻ്റെ മാനസിക വളർച്ചയ്ക്ക് എന്താണ് ആവശ്യമെന്നനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ അതിനെ ഓർഗനൈസ് ചെയ്യാം. അല്ലെങ്കിൽ മൊഡ്യൂൾസ് ആക്കി തിരിച്ചുകൊണ്ട് നമുക്ക് നോളജിനെ ഓർഗനൈസ് ചെയ്യാം. പിന്നെ അതിൽ വരുന്ന വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടെണ്ണമാണ് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്തില്ല. അത് എക്സാമ്പിളൊക്കെ വെച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലാസ്റ്റിലേക്ക് വെച്ചത് കേട്ടോ. അതിൽ ഫസ്റ്റ് വരുന്നതാണ് കോൺസെൻട്രിക് ഓർഗനൈസേഷൻ. എന്താണ് കോൺസെൻട്രിക് ഓർഗനൈസേഷൻ? കോൺസെൻട്രിക് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇൻവോൾവ്സ് റീവിസിറ്റിംഗ് ആൻഡ് എക്സ്പാൻഡിങ് ഓൺ പ്രീവിയസ്ലി ലേൺഡ് മെറ്റീരിയൽ ഇൻ എ സൈക്ലിക്കൽ മാനർ വിത്ത് ഇൻക്രീസിങ് കോംപ്ലക്സിറ്റി ആൻഡ് ഡെപ്ത്. അതായത് ഇങ്ങനെ റൗണ്ട് ആയിട്ട് ഇങ്ങനെ ഒരു പിക്ചർ പോലെ വരും. ഞാൻ അടുത്ത സൈഡിൽ ഞാൻ കാണിക്കാം. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു, ഓൾറെഡി നമ്മൾ റൗണ്ട് വരച്ച് എങ്ങനെയാണ് അത് തുടങ്ങിയിടത്താണ് നമ്മൾ എന്ത് ചെയ്യൂല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങി അവിടേക്ക് തന്നെ ആ കുട്ടീനെ വീണ്ടും നമ്മൾ കൊണ്ടുവന്ന് എത്തിക്കും. റിവിഷൻ പോലെ അവിടേക്ക് തന്നെ നമ്മൾ കൊണ്ടുവന്ന് എത്തിക്കുന്ന തരത്തിലുള്ള ഓർഗനൈസേഷനാണ് കോൺസെൻട്രിക് ഓർഗനൈസേഷൻ. എക്സാമ്പിളായിട്ട് സയൻസ് കരിക്കുലം ദാറ്റ് ഇൻട്രൊഡ്യൂസ് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ബയോളജി ഇൻ ദ ഫസ്റ്റ് ഇയർ, ദെൻ റീവിസിറ്റ് ദോസ് കോൺസെപ്റ്റ്സ് വിത്ത് മോർ ഡീറ്റെയിൽ ഇൻ സബ്സീക്വൻറ്റ് ഇയേഴ്സ്, ആഡിങ് റിലേറ്റഡ് ടോപ്പിക്സ് ലൈക്ക് ഇക്കോളജി ഓർ ഏജൻസീസ് ഓർ ജെനറ്റിക്സ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ റൗണ്ടും എന്താണ്, ഓരോ ഇയറാണ് അല്ലെങ്കിൽ ഓരോ ഗ്രേഡുകളാണ്. ഫസ്റ്റ് ഗ്രേഡിൽ നമ്മൾ എന്താണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സയൻസ് ആണെങ്കിൽ സയൻസ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നു. അടുത്ത റൗണ്ടിൽ എത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ ബേസിക് ആയിട്ടുള്ള കാര്യം തന്നെയാണ് പഠിക്കുന്നത്, പക്ഷേ അതിൻ്റെ തന്നെ പല പല വേർഷൻസ് ആണ് നമ്മൾ അതിനകത്ത് പഠിക്കുന്നത്. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിനകത്ത് പഠിക്കുന്നു. അടുത്ത ഗ്രേഡിലോട്ട് എത്തുമ്പോൾ ഈ സെയിം സാധനത്തിനെ തന്നെ നമ്മൾ വേറൊരു രീതിക്ക് അതിൻ്റെ തന്നെ സബ്സീക്വൻറ്റ് ഇയറിൽ കുറച്ചും കൂടെ റിലേറ്റഡ് ആയ ടോപ്പിക്കുകൾ ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ വീണ്ടും അതിനകത്ത് പഠിപ്പിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ വലിയ വലിയ സർക്കിളുകൾ നമ്മൾ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ സെൻറ്ററിൽ കാണുന്നത് അതിൻ്റെ ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും ഫസ്റ്റ് ഗ്രേഡിൽ കുട്ടിയെ പഠിപ്പിക്കുന്നതാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ പുറത്തേക്ക് എത്തുമ്പോഴേക്കും അതിൻ്റെ തന്നെ റിലേറ്റഡ് ടോപ്പിക്കുകൾ നമ്മൾ ഒന്നും കൂടെ ആഡ് ചെയ്ത് പഠിപ്പിക്കുന്നു. അങ്ങനെ ഗ്രേഡ് കൂടുന്നതിനനുസരിച്ചിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ കൂടെ വരുന്ന ഏകദേശം അതുപോലെ എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വേറെ ഓർഗനൈസേഷൻ സ്പൈറൽ ഓർഗനൈസേഷൻ. സ്പൈറൽ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം സ്പൈറൽ ഷേപ്പ്. സിമിലിയർ ടു കോൺസെൻട്രിക് വർക്ക് കോൺസെപ്റ്റ്സ് ആർ റീവിസിറ്റഡ് ആൻഡ് ബിൽറ്റ് അപ്പോൺ ആൻഡ് ഇൻക്രീസിംഗ്ലി കോംപ്ലക്സ് ലെവൽസ് പ്രൊമോട്ടിംഗ് ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ്. ഇവിടെ ഡീപ്പായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലും കണ്ടിന്യൂറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവിടെ ഗ്രേഡ് തിരിച്ചിട്ട് അങ്ങനെയല്ല നമ്മൾ തന്നെ നോക്കേണ്ടത്. ഫസ്റ്റ് ഇതിൽ നമ്മൾ എന്താ പറയുക ഒരു ഗ്രേഡിൽ പഠിക്കുന്നു, അതിൽ നിന്നും കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്ത കാര്യങ്ങൾ അടുത്ത ഗ്രേഡിൽ പഠിക്കുന്നു. ഇവിടെ അങ്ങനെയല്ല വരുന്നത്. അവിടെ കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ട് വരുന്ന അറിവുകൾ ഒന്നും കൂടെ കോംപ്ലക്സ് ആയി വരികയാണ് അവിടെ ചെയ്യുന്നത്.
എക്സാമ്പിളായിട്ട് എ ലാംഗ്വേജ് ആർട്സ് കരിക്കുലം മൈറ്റ് ഇൻട്രൊഡ്യൂസ് ബേസിക് ഗ്രാമർ റൂൾസ് ഇൻ ദ ഏർലി ഗ്രേഡ്സ് ദെൻ റീവിസിറ്റ് ദോസ് റൂൾസ് വിത്ത് മോർ കോംപ്ലക്സ് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് ആൻഡ് റൈറ്റിംഗ് ആപ്ലിക്കേഷൻസ് ഇൻ ലേറ്റർ ഗ്രേഡ്സ്. ഇപ്പോൾ ലാംഗ്വേജ് പഠിപ്പിക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ ബേസിക്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എന്ത് പഠിപ്പിക്കും? ആൽഫബറ്റ്സ് കാര്യങ്ങൾ അങ്ങനെ പഠിപ്പിക്കും. പിന്നെ നമ്മൾ വേർഡ്സ് പഠിപ്പിക്കും. പിന്നെ അതിൻ്റെ ഗ്രാമർ പഠിപ്പിക്കും. പിന്നെ എന്ത് ചെയ്യും? ഇതൊന്നും സെപ്പറേറ്റ് ഫാക്റ്റുകളല്ല. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ ഒരു സയൻസ് പഠിച്ചിട്ട് അതിലേക്ക് വീണ്ടും പുതിയ ടോപ്പിക് ആഡ് ചെയ്യലല്ല ഇവിടെ ചെയ്യുന്നത്. ഫസ്റ്റ് നിന്ന് പഠിച്ച സാധനത്തിൻ്റെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. അതിനെ തന്നെ ഒന്നുകൂടി കോംപ്ലക്സ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. തൊട്ട് മുന്നേ പറഞ്ഞതിൽ എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അതേ വിഷയത്തിൻ്റെ തന്നെ പുതിയ ടോപ്പിക്കുകളാണ് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്നത്. ഇവിടെ അതല്ല ചെയ്യുന്നത്. അതിലെ തന്നെ എന്താ പറയുക, കണ്ടിന്യൂറ്റി മിസ്സാവാതെ കുറച്ചും കൂടെ കോംപ്ലക്സ് ആയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. വേർഡ് പഠിപ്പിക്കുന്നു, പിന്നെ നമ്മൾ സെൻറ്റൻസ് പഠിപ്പിക്കുന്നു, ഗ്രാമർ പഠിപ്പിക്കുന്നു, പിന്നെ നമ്മൾ വലിയ കാര്യങ്ങൾ എഴുതാൻ പഠിപ്പിക്കുക, എസ്സേ ആയി, സ്റ്റോറി ആയി, അങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ എഴുതാൻ പഠിപ്പിക്കുകയായി. ഇതൊക്കെ എന്താണ്? അതിൽ നിന്നും കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ്. പുതിയ കാര്യങ്ങൾ അതിനകത്ത് ആഡ് ചെയ്യുകയല്ല, ഓൾറെഡി പഠിച്ചതിനെ ഒന്നുകൂടെ എലാബറേറ്റ് ചെയ്ത് ഒന്നുകൂടെ കോംപ്ലക്സ് ആയിട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ഏകദേശം നിങ്ങൾക്ക് ഈ ഗ്രാഫ് നിങ്ങൾക്ക് വരച്ച് വെക്കാം, ഈ പിക്ചർ നിങ്ങൾക്ക് എക്സാമിന് വരച്ച് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താണ്, ആ ഒരു ഡിഫിക്കൽട്ടി കൂടി ആ ഒരു റൗണ്ട് ഇങ്ങനെ കൂടി വരുന്ന കാണല്ലേ സെയിം. പക്ഷേ എവിടെയും എന്ത് ചെയ്യുന്നില്ല, മുറിഞ്ഞു പോകുന്നില്ല. തൊട്ട് മുന്നത്തെ ഇത് എങ്ങനെയായിരുന്നു? റൗണ്ടുകളാണ്. ഓരോ റൗണ്ടും ഓരോ ഗ്രേഡ് കഴിയുമ്പോൾ മുറിഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്തില്ല, ഒരു ഡിസ്കണക്ഷൻ സംഭവിക്കുന്നില്ല. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ഒരു മാസ്റ്ററി ലെവൽ എത്തുമ്പോഴേക്കും അതിൻ്റെ ഒരു റൗണ്ട് വലുതായി വരുന്നുണ്ടെന്ന് മാത്രം. അതാണ് ഡിഫിക്കൽട്ടി. ഇനിയുള്ള ടോപ്പിക്ക് ഏജൻസീസ് ഇൻവോൾവ് ഇൻ ഓർഗനൈസേഷൻ ഓഫ് നോളജ് ഇൻ സ്കൂൾ. അതായത് ഏതൊക്കെ ഏജൻസികളാണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് എന്നാണ്. ഇത് നമുക്ക് NCERT SCERT സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, അത് നാഷണൽ ലെവലിൽ. പിന്നെ സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, അത് സ്റ്റേറ്റ് ലെവലിൽ നമുക്കറിയാലോ. പിന്നെ എന്താണ്, ടീച്ചേഴ്സ് ഡെലിവർ ഇൻസ്ട്രക്ഷൻ, പ്ലാൻ സെഷൻസ് ആൻഡ് അസസ് സ്റ്റുഡൻസ്. ടീച്ചർ എന്ന് പറയുന്ന അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏജൻസിയാണ് അല്ലെ കുട്ടികളെ സംബന്ധിച്ചിട്ട്. പിന്നെ എന്താണ്, ഹെഡ് മാസ്റ്റേഴ്സ് ആൻഡ് പ്രിൻസിപ്പൽസ് ഓവർസീ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ, മാനേജ് സ്റ്റാഫ് ആൻഡ് എൻഷുർ എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് കരിക്കുലം. അപ്പോൾ കുട്ടികൾക്ക് കരിക്കുലം ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ടീച്ചേഴ്സിനെ എന്താ പറയുക ഒരേപോലെ ആ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. അതേപോലെ തന്നെ കുട്ടികളെ പാരൻസിനൊക്കെ കൊണ്ടുപോകുക എന്നുള്ളതൊക്കെ ഹെഡ് മാസ്റ്റേഴ്സിൻ്റെ പ്രിൻസിപ്പളിൻ്റെ ഒക്കെ പ്രാധാന്യമാണ്. പിന്നെ ഇതാണ് സ്കൂൾ അഡ്മിനിസ്ട്രേഷനാണ്. അവരെന്തൊക്കെ ചെയ്യണം? സപ്പോർട്ട് ടീച്ചേഴ്സ്, മാനേജ് റിസോഴ്സസ് ആൻഡ് മെയിൻറ്റെയിൻസ് സ്കൂൾ ഇൻഫ്രാസ്ട്രക്ചർ. ടീച്ചേഴ്സിനെയും സപ്പോർട്ട് ചെയ്യണം, ഇൻഫ്രാസ്ട്രക്ചറുകളൊക്കെ കറക്റ്റ് അല്ലേ എന്ന് നോക്കണം, സ്രോതസ്സുകളൊക്കെ കുട്ടികൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്ന് നോക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സ്കൂൾ അഡ്മിനിസ്ട്രേഷന് സാധിക്കണം. ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്, ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ബാക്കിയുള്ള ചാപ്റ്റർ നമുക്ക് പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്